ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ 4 മണി സമയത്തൊക്കെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ ഉണ്ടാക്കുന്നത് കുറച്ചൊരു വ്യത്യാസമായിട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് ഈ വലിപ്പത്തിൽ വരുന്നൊരു കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന പാത്രത്തിന് വലിപ്പത്തിനനുസരിച്ചുള്ള കിഴങ്ങിൻ്റെ അളവിൽ 1-2 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഒരുപാട് കട്ടി കൂടിയിട്ടുമല്ല, എന്നാൽ നല്ലോണം കട്ടി കുറഞ്ഞിട്ടുള്ള രീതിയിലല്ല ഈ ഒരു കനത്തിൽ അങ്ങ് മുറിച്ചെടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് മുറിച്ചെടുത്തിട്ടുള്ള കിഴങ്ങ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അതിൽ മൊത്തത്തിൽ അടിഭാഗത്ത് നിരക്കുന്ന രീതിയിൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് പാത്രമാണോ പാനാണോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് കിഴങ്ങ് എടുത്താൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് പൊടി മേലെ കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ടിട്ട്, ലൈറ്റായിട്ടൊരു ഉപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം മതി. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ആയി വന്നോട്ടെ. അതിൻ്റെ ആ ഒരു സൈഡ് അത്യാവശ്യം വെന്ത് വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുട്ട വേണം. അപ്പോൾ അതിനായിട്ടൊരു 2-3 മുട്ട കേട്ടോ, പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉള്ളി ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ വലുതായിട്ട് കടിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ആക്കിയിടാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാകത്തിനുള്ള ഇത്തിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ കിഴങ്ങിൻ്റെ ഒരു സൈഡ് അത്യാവശ്യം ഫ്രൈ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഇത്തിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കിഴങ്ങിലേക്കുള്ള ഉപ്പ് മാത്രം മതി. മുട്ടയിലേക്കൊക്കെ ഉള്ളത് നമ്മൾ പാകത്തിന് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. കിഴങ്ങ് വെന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഒരു മുട്ടയും കൂടെ അതിലിരുന്ന് വെന്ത് വരുമ്പോഴേക്കും കിഴങ്ങ് അടിഭാഗവും കറക്റ്റ് വെന്ത് കിട്ടിക്കോളും. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ ഒന്നങ്ങ് വെന്ത് കിട്ടിക്കോളും. ഈ സമയത്ത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിഭാഗത്തുള്ള കിഴങ്ങ് ചിലപ്പോൾ കരിഞ്ഞു പോട്ടെ. അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ നാക്കിയെടുത്താൽ മതി. അപ്പോൾ മുട്ട അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് വെന്തോട്ടെ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഉണക്കമുളക് ചതച്ചതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് നോക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അളവ് കുറച്ചിടുക, അല്ലെങ്കിൽ ആദ്യത്തെ പച്ചമുളക് ഒഴിവാക്കിയിട്ട് ഇത് മാത്രമാക്കാം. ഞാൻ എന്തായാലും കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇത്തിരി ഒറിഗാനോയും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടും. ഏകദേശം ഒരു പിസ്സേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടിക്കോളും. ചീസൊക്കെ ഉള്ളതല്ല. ഇനി ഇത് ചെറിയ തീയിൽ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു ചീസൊന്ന് മെൽട്ടായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മളെ ചീസ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ചീസൊക്കെ മെൽട്ടായി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ചൂടോടുകൂടി തന്നെ കഴിച്ചാൽ മാത്രം മതി. പാത്രത്തിലേക്ക് എടുക്കുക. അടിയിൽ പിടിച്ചിരിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് സുഖമായിട്ട് ഇങ്ങ് പ്ലേറ്റിലേക്ക് എടുക്കാനായിട്ട് പറ്റും. ചീസൊക്കെ ചേർത്ത് ചെയ്തുകൊണ്ട് തന്നെ എപ്പോഴും ചൂടോട് കൂടെ കഴിക്കുന്നത് തന്നെയായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് നന്നാവാൻ ചാൻസ് ഇല്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആളുകളൊക്കെ ട്രൈ ചെയ്ത് വെക്കുന്ന റെസിപ്പി തന്നെയായിരിക്കും കുട്ടികളുടെ വീട്ടിലൊക്കെ. എന്നാലും ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്